ഈ പാലക്കാട്ടേക്കാണ്. പാലക്കാട് കുഴൽമന്ദത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. നൊച്ചുള്ളി സ്വദേശി മഹേഷിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ് കഴിഞ്ഞ ദിവസം രാത്രി കത്തിച്ചത്. മഹേഷ് ശബരിമല ദർശനത്തിന് പോയ സമയത്തായിരുന്നു ആക്രമികൾ വാഹനം കത്തിച്ചത്. തീപിടിച്ച ഓട്ടോറിക്ഷയ്ക്ക് സമീപത്തു നിന്നും ആക്രമണത്തിനായി ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടെത്തി. സംഭവത്തിൽ കുഴൽമന്ദം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് കുഴൽമന്നത്ത് നൊച്ചുള്ളിയിലാണ് 1-ാം തീയതി രാത്രിയോടുകൂടി ഒരു ഓട്ടോറിക്ഷ വീടിന് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയെ സാമൂഹിക വിരുദ്ധർ കത്തിച്ചിരിക്കുന്നത്. നൊച്ചുള്ളി സ്വദേശിയായ മഹേഷിൻ്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഓട്ടോറിക്ഷ ഈ തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. മഹേഷ് ശബരിമല ദർശനത്തിന് വേണ്ടി ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ, ഒരു 10-70ഓളം കുടുംബങ്ങളിലെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ശബരിമല ദർശനത്തിന് വേണ്ടി ഈ കുഴൽമന്ദം ഭാഗത്തു നിന്നും അവർ തിരിച്ചതായിരുന്നു. അതിനുശേഷം ആ ദർശനത്തിന് വേണ്ടി പോകുന്ന യാത്രക്കിടെയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ തീ കത്തുന്നതായിട്ട് നാട്ടുകാർ തന്നെ വിവരം അറിയിച്ചത്. തുടർന്ന് അദ്ദേഹം ദർശനമൊക്കെ പൂർത്തിയായി നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഈ ഓട്ടോറിക്ഷയ്ക്ക് സമീപത്ത് നിന്നാണെങ്കിൽ ഒരു മണ്ണെണ്ണ കുപ്പിയും അതുപോലെ തീപ്പെട്ടി കൊള്ളികളുമൊക്കെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് നമുക്ക് ആ ഓട്ടോറിക്ഷയുടെ ഉടമയായ മഹേഷിനോട് തന്നെ ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? എൻ്റെ പേര് മഹേഷാണ്. ഞാൻ 1-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ശബരിമലയ്ക്ക് പോയതാണ്. വൈകുന്നേരം എരുമേലി എത്തുന്ന സമയത്താണ് ഇവിടെയുള്ള എൻ്റെ സഹോദരൻ വിളിച്ചു പറഞ്ഞത്, ഏട്ടൻ്റെ വണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഇടപെട്ട് വെള്ളം ഒഴിച്ച് തീ കെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒരു 10 to 11 മണിൻ്റെ ഉള്ളിൽ ഇത് വന്ന് ചെയ്തിട്ട് പോയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം എൻ്റെ 2 സഹോദരങ്ങൾ ഇവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം തിരിക്കുന്നുണ്ട്. അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയതിന് ശേഷമാണ്, അവർ പോകുന്നവരെ ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ പോയതിന് ശേഷമാണ് ഏതൊരു സാമദ്രോഹി ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ആരുമില്ല. എൻ്റെ അമ്മ സുഖമില്ലാത്ത ആളാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ്. ആരുമില്ലാത്ത ആ ഗ്യാപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉപജീവനമാണ് കെടുത്തിയിരിക്കുന്നത്. അവൻ എന്തായാലും നന്നായിരിക്കട്ടെ. എനിക്കങ്ങനെ ശത്രുക്കളായിട്ട് ആരുമില്ല. നമ്മൾ ആരോടും നമ്മൾ ശത്രുത പുലർത്താറുമില്ല. എല്ലാവരോടും സൗമ്യമായ രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. എൻ്റെ തൊഴിലും അതാണ്. ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുന്നേ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല രീതിക്ക് തന്നെ ജീവിച്ചു പോകുന്നൊരു അന്തരീക്ഷമുള്ളൊരു നാട് തന്നെയാണിത്. ഇദ്ദേഹം പ്രത്യേകിച്ച് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമായിട്ട് എല്ലാ വിവിധ സാമുദായിക രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടെയും പോകുന്ന ആൾ തന്നെയാണ്. ആരോടും എടുത്തു പറയത്തക്ക ഒരു വ്യക്തി വൈരാഗ്യമോ വിരോധമൊന്നും എടുത്തു പറയാൻ ആർക്കും സാധിക്കില്ല. ഇപ്പോൾ വന്നപ്പോഴും തന്നെ പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. വിവിധ ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കണ്ടറിയാവുന്നതിൽ നിന്ന് മനസ്സിലാവുന്ന എന്തോ ഒരു വൈരാഗ്യത്തോടു കൂടി വന്ന് ചെയ്ത കാര്യം തന്നെയാണ് എന്ന് പറയുന്നത്. ഇത് ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല. ഈ മണ്ണെണ്ണ കുപ്പി കണ്ടെടുക്കുക, ഇവർ 10-70 കുടുംബം ശബരിമലയ്ക്ക് പോയ സമയം നോക്കി കറക്റ്റ് 1-ാം തീയതി വൈകുന്നേരം വന്ന് 10:30 തൊട്ട് 11 മണിക്കുള്ള അരമണിക്കൂറിനുള്ളിൽ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തീപ്പെട്ടിക്കൊള്ളികളൊക്കെ കണ്ടെടുത്തു. നമുക്ക് കണ്ടെടുത്താൽ തന്നെ നമുക്കറിയാം അവിടെ ഇത് ഓട്ടോ കത്തിച്ചതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ പോലീസുകാർ അവരുടെ അന്വേഷണം വന്നതിലും അവർക്കും മണ്ണെണ്ണയുടെ ഒരു ചെറിയ മണവും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം അവർ വന്നു. ഇന്ന് രാവിലെയും കൂടി ഇപ്പോൾ വന്നിട്ട് പോയുള്ളൂ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു അന്തരീക്ഷം, അതായത് കലുഷിതമായിട്ട് ഒരു കാര്യങ്ങളും നടക്കാത്തൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചിട്ട് ഇദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് ഇതിങ്ങനെ വന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അത് കൃത്യമായിട്ട് പോലീസ്, നമ്മൾ കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് CIയോടും SIയോടും മറ്റുള്ള പോലീസോടും എല്ലാ ബഹുമാനാദരോടും കൂടി പറയാനുള്ളത്, കൃത്യമായിട്ട് ഇത് അന്വേഷിക്കണം. കാരണം ഇതൊരു ആളുടെ ഉപജീവന മാർഗ്ഗമാണ്. വെറുതെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാളാണ്. വേറൊരു മാർഗ്ഗമില്ല അദ്ദേഹത്തിന്. അവർ അന്വേഷിച്ചാൽ അതിൻ്റെ തുമ്പ് കണ്ടെത്തിയാൽ മാത്രമേ ഇതിന് അടുത്തുള്ള നടപടിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ രീതിയിൽ നിന്ന് അദ്ദേഹത്തിന് മുഴുവൻ സഹകരണങ്ങളുണ്ട്. ഈ നാട്ടുകാരെന്ന നിലയ്ക്ക് എല്ലാവരും ഇന്ന് കൂടിയ ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇതുണ്ട്. ഈ ഒറ്റ കാര്യം നമുക്കത് മനസ്സിലാകുന്നത്, ഈ അറിഞ്ഞ് ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറയാൻ കാരണം തന്നെ ഇവർ കൃത്യമായിട്ട് മലയ്ക്ക് പോയ സമയത്ത് ഈ 10-70 തൊടുമ്പോൾ ഈ ചുറ്റുവട്ടത്ത് ആരുമില്ല, ആരും അറിയില്ല എന്നൊരു ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആരും അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വന്ന സാമൂഹ്യ വിരുദ്ധരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് ആര് ചെയ്തു എന്നെടുത്ത് പറയാൻ പറ്റില്ല. കാരണം അന്വേഷണത്തിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് പോലീസുകാർ തന്നെ അതിൻ്റെ തെളിവ് കണ്ടെത്തി ആരാണ് അതിൻ്റെ പ്രതികളെ കണ്ടുപിടിക്കട്ടെ എന്ന് നമ്മളവരോട് പ്രാർത്ഥിക്കുന്നു. അത്രയോ പറയുന്നത്. അതുതന്നെയാണ്. ഏതായാലും ആരാണിത് ചെയ്തത് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് പോലീസ് കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.